അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെയാണോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നിങ്ങളെ പേരെന്തായിരുന്നു? അബ്ദുൽ ലത്തീഫ്. ഓക്കെ. നാട് എവിടെയാണ്? കട്ടിങ്ങല്ലൂര്, അരീക്കോട് അടുത്ത്. ഓക്കെ, മാഷാ അല്ലാ. ഓക്കെ, ഇപ്പോൾ നാട്ടിലാണോ അതോ പുറത്താണോ? അല്ല, സൗദിയില. ഓ, മാഷാ സൗദിയിലാണ്. അല്ലാ, മാഷാ അല്ലാ. എന്താണ് അറബി ഭാഷ പഠനം, എന്ത് തോന്നുന്നു? മാഷാ അല്ലാ, നല്ല ഉപകാരമാണ്. അയ്യോ, ഓക്കെ. അൽഹംദുലില്ലാ. എന്താണ് മാറ്റം? ഇത്രയും കാലം ഇവിടെ ഇരുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ, ബറക്കല്ലാ. അപ്പോൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റൂല. ഓക്കെ, ഇൻഷാ അല്ലാ. ഇപ്പോൾ ഖുറാനൊക്കെ ഓതുമ്പം എന്തെങ്കിലും ഏഹ്, നിങ്ങൾക്കുള്ള ഒരു പുരോഗതി നിങ്ങൾ വിലയിരുത്തുമ്പോൾ എന്താണ് മാറ്റം തോന്നുന്നത്? കുറെ അധികം മനസ്സിലാവുന്നുണ്ട്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അതുതന്നെയാണ് നമ്മളെ മെയിനായിട്ടുള്ള പിന്നെ അറബി ഭാഷ പഠിക്കുമ്പോൾ മെയിനായിട്ടുള്ള സംഗതി അത് തന്നെയാണ്. നമ്മൾ റബ്ബിൻ്റെ കലാം നമ്മളോട് സംസാരിക്കുന്നത് കൂടുതലായിട്ട് മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ നമ്മൾ പിന്നെ പരീക്ഷയിൽ ഒരുപാട് ആളുകൾക്ക് ഒരേപോലെയുള്ള സ്കോർ വന്നപ്പോൾ അതിനെ ഒന്ന് പിന്നെ പുതിയൊരു പിന്നെ രൂപത്തിൽ ശരിക്കുള്ള ഇൻ്റർവ്യൂ ഉം. നടത്തി തന്നെ കൃത്യമായി വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു അടുത്തൊരു ഘട്ടമാണിത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ അതിൻ്റെ ഒരു ചോദ്യത്തിലേക്ക് ഇൻഷാ കടക്കാം. ചോദ്യങ്ങളിലേക്ക് അല്ലാ. കടക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാ. നമുക്കിന്ന് ചോദ്യത്തിലേക്ക് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാ. നമ്മുടെ ഇൻഷാ അല്ലാ. അറബി ഭാഷാ പഠനം വളരെ എളുപ്പമാണ്. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് എളുപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇതുവരെ എവിടെയായിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു പ്രതികരണം അതാണ് അറിയിക്കുന്നത്. ശരിയാണ്. അൽഹംദുലില്ലാ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, ഖുർആനിനെ അള്ളാഹു എളുപ്പമാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ഖുർആനിൻ്റെ ഭാഷ അതറിയുക എന്നുള്ളതും അത് പഠിക്കുക എന്നുള്ളതും എളുപ്പമാണല്ലോ. പ്രയാസകരമാണ് എന്ന് നമ്മൾ പറയാൻ, പ്രയാസമുള്ളതാണ്, ഡിഫിക്കൽറ്റിയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ആ ഡിഫിക്കൽറ്റി എന്നതിനുള്ള അറബിക്ക് വേർഡ് എന്താണ്? നമ്മൾ ഈ പാഠഭാഗങ്ങളിലൂടെ പോയപ്പോൾ ഡിഫിക്കൽട്ട്. പ്രയാസമായത്, എളുപ്പമായത് എന്നുള്ളതിന് സഹൽ എന്നാണ് പറയുക, അല്ലെങ്കിൽ സഹല. അതെ. പറഞ്ഞോളൂ. സഹല്. ഒരു മിനിറ്റേ. പറഞ്ഞോളൂ, ആലോചിച്ചോളൂ. പഠിക്കാനുള്ള വാക്കുകൾ പരിചയപ്പെടുത്തുന്നിടത്ത് അതെ പഠിക്കണ അതെ, ഭാഗം അല്ലേ? പറയുന്നുണ്ട്. യെസ്. നമ്മൾ സഹലാണ് എളുപ്പത്തിന്. സഹലാണ് എളുപ്പം, അപ്പം അതിന് പ്രയാസമാണ് എന്നുള്ളതിന് ഉള്ളൊരു വാക്കും കൂടെ. സഹബത്താണ്. ആ, സഹബത്ത്. മാഷാ മാഷാ അല്ലാ, അല്ലാ, മാഷാ മാഷാ അല്ലാ. അല്ലാ. അപ്പോൾ ആലോചിച്ച് കണ്ടെത്തി. ആലോചിച്ച് മാഷാ അല്ലാ. കണ്ടെത്തി. അതെ അതെ അതെ. വെരി ഗുഡ്. അപ്പോൾ നിങ്ങളുടെ അൽഹംദുലില്ലാ. ആൻസർ ശരിയാണ്. നിങ്ങൾ മാർക്കിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഉയർന്ന കാറ്റഗറിയിലുള്ള ആളുകളെയാണ് എന്ത് ചെയ്ത് ഇതേപോലെ ചോദ്യത്തിന് കൊണ്ടുവന്നത്. ഇനി ഇതിൽ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരേ സ്കോർ വരികയാണെങ്കിൽ നമ്മൾ ആ ഉത്തരം പറയാൻ സമയമെടുത്തത് എന്ത് ചെയ്യും, ചിലപ്പോൾ നോട്ട് മാർക്കിന് ചെയ്യേണ്ടി പരിഗണിക്കും. ആ, ഏതായാലും ഉത്തരം ആയിക്കോട്ടെ, സാരില്ല. ഇൻഷാ അല്ലാ. ഉത്തരം ശരിയായിട്ടുണ്ട്. മഷാ അല്ലാ, അതെ. അഹ്സൻത. അൽഹംദുലില്ലാ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് മുദീറിൻ്റെ മകനാണ്. ഇത് മുദീറിൻ്റെ മകനാണ്. ഇത് ഡോക്ടറുടെ മകളുമാണ്. ഹാദബിനു മുദീരി. വഹാദബ് ഉം, ഹാദബിനു മുദീർ. ഉം. പിന്നെന്താ ചോദിച്ചത്? പിന്നെ ഇത് ഡോക്ടറുടെ മകളാണ്. വഹാദ ബിന്തുൽ തബീബ്. ഉം.
ഓക്കെ, ഒന്നുകൂടെ ഇങ്ങോട്ട് കറക്റ്റ് ചെയ്ത് പറഞ്ഞേ. ആ, കൂട്ടി പറയല്ലേ? ആ, هذا ഒന്നുകൂടെ. بن ആ مدير ആ مثير وهذا بنت طبيب. ആ മാഷാ അല്ലാ, അവിടെ നിങ്ങൾ എനിക്ക് തോന്നുന്ന ലാസ്റ്റിൽ എന്തോ ഒരു വിഷയമുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ലാസ്റ്റ് മാത്രമല്ല, അതിൽ ചെറിയൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ ബിന്ദു എന്ന് വരുമ്പോ തൊബീബു. ആ അവിടെ ആ, ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സെൻറ്റൻസുകൾ, വാക്കുകൾ കിട്ടിയാൽ സെൻറ്റൻസ് ആക്കുക എന്നുള്ള ആ ഒരു ടാസ്ക് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് റെഡി ഏറ്റെടുത്തിട്ടുണ്ട്. ആക്കിയിട്ടുണ്ട്. ആ, റെഡി അതെ ആയിട്ടുണ്ട്. അതെ അതെ. പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും തെറ്റുകൾ വരും. ഇതിൽ നിങ്ങൾ പിന്നെ ഇപ്പം പറഞ്ഞ നിങ്ങളായി ഷേ എന്ന് പറയുന്നൊരു അത്രയും ചെറിയൊരു വിഷയമാണ് നിങ്ങൾ എന്ത് ചെയ്തത്? പുതിയ കാലത്തെ പ്രശ്നമല്ലേ ജെൻഡറിന്? ഒരു ജെൻഡർ ഇഷ്യൂ ചെറിയൊരു ആ വിഷയം അല്ലേ? വന്നിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. ഹാദബിനുൽ മുദീരി. ഇപ്പം നിങ്ങൾ ഹാദബിനു മുദീരിൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഒരു മിനിറ്റ് ഞാനത് കറക്റ്റ് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾ കറക്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ കറക്റ്റ് ചെയ്തോളി. പക്ഷെ മാർക്കിലെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞോളതായാലും ഹാദിഹി ആണ് കേട്ടോ. ആ ഓക്കെ, നിങ്ങളെ അവിടെ പോയി. ഓക്കെ. ആ. ഹാദബിനുൽ മുദീരി ഉം. വഹാദിഹി ബിൻതു ത്വബീബി. ഉം. അതാണ് ഇതിൻ്റെ ആൻസർ. ഏതായാലും ഇൻഷാ അല്ലാ നിങ്ങൾ നമ്മൾ ത്വബീബി. അനുവദിച്ച് തന്ന സമയത്ത് നിങ്ങൾ പറയാത്തത് കൊണ്ട് ഒന്ന് ശരിയാക്കി അല്ലേ? ആ, അതെ. ഒരു ഭാഗം ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ ആ. സന്തോഷമുണ്ട്. കാരണം അതെ. എന്താ വെച്ചാൽ നമ്മൾ വാക്കുകളെടുത്ത് നമ്മൾ സെൻറ്റൻസുകളാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടല്ലോ. അതെ. ഇനി നിങ്ങൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്കാണ് പ്രവേശിച്ചാൽ മാഷാ അല്ലാ ഏറ്റവും ടോപ്പിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശരി. ഇതിലെ ടോപ്പല്ല, നമുക്ക് കാര്യം മനസ്സിലാവുകയാണ്. ആ ഓക്കെ ഓക്കെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യമാണ് ഇൻഷാ അല്ലാ. മൂന്നാമത്തെ ചോദ്യം നമുക്ക് ദഹബ എന്നൊരു പ്രയോഗം നമ്മളെ പാഠഭാഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദഹബ് എന്നുള്ള ഒരു പ്രയോഗവും വന്നിട്ടുണ്ട്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? രണ്ടും ഒരേ രീതിയിലാണ്. ഒന്ന് ദഹബ, മറ്റൊന്ന് ദഹബ അദ്ദഹബ്. ദഹബ എന്ന് പറഞ്ഞാൽ ഹി വെന്റ്, അവൻ പോയി എന്നുള്ളതിലാണ്. ഓക്കെ. അദ്ദഹബ് എന്ന് പറഞ്ഞാല് അറിയില്ല കേട്ടോ. അതിൽ വ്യത്യാസം ഓർമ്മ. പറയേണ്ടതേ ആ അർത്ഥത്തില് ഇപ്പൊ ഒന്നിന്റെ അർത്ഥം പറഞ്ഞു, അർത്ഥം അല്ലാതെ വേറെ തലത്തിൽ അതെ. അല്ലേ അതായത് വ്യത്യാസം? പിന്നെ അൽ എന്ന് ഉദ്ദേശി- പറഞ്ഞാൽ ദ എന്നുള്ള അർത്ഥം വരും. പക്ഷെ ആ അദ്ദഹബ് എന്ന് പറയുമ്പോൾ ദഹബ് ഇനി വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദഹബുൻ അല്ലേ? ദഹബ എന്നുള്ളത് അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു. ദഹബുൻ എന്ന് പറഞ്ഞാലോ? ഉം. ദഹബ് 1 2 3 4 5 6 ഇല്ല, ഓർമ്മല്ല. 7. ദഹബ് നമുക്ക് പഠിക്കാനുള്ള വാക്കാണല്ലേ? ആ അതെ, ഒരു നമ്മളെ വാക്ക് പഠിക്കാനുണ്ട്. അതിലെ ഹുറൂഫ് ഷംസിയ വൽ ഖമരിയയിൽ അദ്ദഹബ് എന്നൊരു പ്രയോഗമുണ്ട്. ഫില്ലത്ത് എന്നാൽ എന്താണ് അർത്ഥം? ചോദ്യാണോ? അല്ലല്ല. സാധാരണ വെള്ളി. ആ yes. അതിൽ വന്നിട്ടില്ല, അതുകൊണ്ടാണ് അത് ചോദ്യത്തിൽ വരുന്നതല്ല. ദഹബ് എന്ന സ്വർണ്ണം എന്നാണ്. സ്വർണം. ആ അത് ലോഡാവാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? അപ്പോ ഇൻഷാ അല്ലാ നമുക്ക് നാലാമത്തെ ചോദ്യമല്ലേ ഇനി? അതെ, ഇൻഷാ അതെ. അല്ലേ? ഉം. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഇൻഷാ അല്ലാ. ഇത് ഹുറൂഫുൽ ഖമരിയ അല്ലേ? ഖമരിയായ അക്ഷരങ്ങൾ എത്രയുണ്ട്? ഇത് ചോദ്യമല്ലേ? ഉം. ഖമരിയായ അക്ഷരങ്ങൾ എത്ര ഉണ്ട്? 14. 14 ഉണ്ട്. എന്നാൽ ഖമരിയായ അക്ഷരങ്ങൾ 14 അല്ലേ? അല്ലേ? 14 അല്ലേ? ഓക്കെ. ഖമരിയായ അക്ഷരങ്ങൾ ഒന്ന് ക്രമത്തിലൊന്ന് പറഞ്ഞേ. ഖമരിയായിട്ടുള്ള അക്ഷരങ്ങൾ ക്രമത്തില് പറഞ്ഞോളൂ. അലിഫ്, ബ, ആ ജീം, ആ ജ. ജീം പിന്നെ കഴിഞ്ഞിട്ട് ഹായും ഹായും വരും. ആ ഹ ആ ഹ വരും. ഐന് വൈന് വരും. ആ പിന്നെ പേരാ ഫായും ഖായും വരും. ഖാഫും വരും. ആ പിന്നെ മീം വരും. ആ വാ വരും. ആ ഹാ വരും. വാവിന് ശേഷം ഹാ വരും അല്ലേ? യോ. യായും വരും.
ഓക്കെ. അപ്പോൾ ഞാനത് ക്രമത്തിലൊന്ന് പറയാം. ഹാദന്റെ ഹ. ആ ഒന്നുകൂടെ ആ. പറയണോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയോ. അലിഫ്, ആ ബാഹ്, ജീമ്, ആ പിന്നെ ഹാ, ആ ഹ, ആ ഐന്, ഗൈന്, ആ ഫ, ഖ, ആ ആ കാഫ്, ആ മീമ്, ആ വാ, ഉം, ഹ, ഉം. യ. ഓക്കെ. അപ്പോൾ ക്രമത്തിലേക്കൊന്ന് പോകുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഒന്ന് ഹ വ യ അങ്ങനെയാണ് അതിൻ്റെ ക്രമം വരിക. അതിൽ മാഷാല്ലാ നിങ്ങൾ 14 കമരിയായ അക്ഷരങ്ങളും അത് കറക്റ്റ് നിങ്ങൾ അവസാനം അല്ലേ രണ്ടാമത്തെ ക്രമാക്കി അല്ലേ? ആ അതെ. അപ്പം ഇൻഷാല്ലാ 5 ചോദ്യങ്ങൾ യെസ്. പൂർത്തിയായില്ലേ? 5 ചോദ്യമായി അല്ലേ? 5 ചോദ്യമായില്ലേ? എനിക്ക് ഓർമ്മ 4 5 എനിക്കറിയില്ല. നിങ്ങളെ നാല്- നാ- അടുത്ത് നാല്- ഓക്കെ. നാലായത് ഉണ്ടാവുമല്ലോ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ഒന്നാമത്തത് ചോദിച്ചത് സഹിഹിൽ ജുമല എന്ന് പറഞ്ഞാൽ ജുംല ശരിയാക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ. അൽ കലമു ത്വാലിബി ജദീദത്തുൻ. ഈ സെന്റൻസ് തെറ്റാണ്. ആ. അൽ കലമു ത്വാലിബി ജദീദത്തുൻ. കുറച്ച് ആലോചിച്ചിട്ട് ഖലമു അല്ലേ? അൽ കലമു ത്വാലിബി ജദീദത്തുൻ. അതൊന്ന് ശരിയാക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. അൽ ഖലമു ത്വാലിബു ജദീദുൻ. ഒന്നും കൂടെ പറഞ്ഞോളൂ. അൽ കലമു ത്വാലിബു. അൽ ഖലമു ത്വാലിബു ജദീദുൻ. ഉം. ജദീദു. അർത്ഥം പറയണ്ടല്ലോ അല്ലേ? ആ. ജസ്റ്റ് ഓക്കെ. സെന്റൻസ് ക്ലിയർ ചെയ്താൽ മതി. വിദ്യാർത്ഥിയുടെ പെണ്ണ് പുതിയതാണ് എന്നുള്ളത്. ആ അയ്യോ, അയ്യോ. പിന്നെ അൽ ഖലമു അത്വാലിബു എന്ന് പറയുമ്പോൾ അൽ ജദീദു എന്ന് വരും അല്ലേ? ആ. അപ്പം നിങ്ങൾക്ക് അൽ മാഷാല്ലാ ഖലമു ഇത് നിങ്ങൾ ആൻസറൊക്കെ പറയുമ്പോൾ നിങ്ങൾ പല ഏരിയകളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അൽഹംദുലില്ലാ ഉണ്ട്. ഇവിടെ പിന്നെ ഞാൻ മലയാള അർത്ഥം പറയാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ മലയാള സെൻറ്റൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അഥവാ വിദ്യാർത്ഥിയുടെ പേന പുതിയതാണ്. ഉം. അപ്പം അവിടെ എന്ത് ചെയ്യൂല, കലമു തോലിബി എന്നേ പറയുള്ളൂ, അൽ കലമു പറയില്ല. അൽ കലമു തോലിബു എന്നായാൽ എന്തായി? വിദ്യാർത്ഥിയാകുന്ന പേന എന്നായിരിക്കും അർത്ഥം വരിക. അപ്പോൾ ഇവിടെ കലമു തോലിബി ജദീദു എന്നേ പറയുള്ളൂ. അത് പിന്നെ ജദീദത്ത് മാറ്റിയിട്ട് ജദീദ് ആക്കിയിട്ടുണ്ട്. ആ, അതെ. അത് കറക്റ്റ് ചെയ്തു. അതെ. പിന്നെ അത് തിരുത്തിയ സമയത്ത് തന്നെ ആ ആ കറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ Correct പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില് മാഷാ അല്ലാ. ഇതെന്താ അറിയോ, എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളൊന്നും അറിയാത്ത ആളുകളാണ്. ആ അപ്പൊ ഇങ്ങനെ കുറെ നിയമങ്ങൾ വരുമ്പോൾ നല്ല കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഇപ്പൊ മാഷാല്ല ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ക്ലിയർ ആയി. അതെ, അതെ. അൽ കലമു വരൂല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ മൈൻഡിലേക്ക് വന്നു. റീഡ് ചെയ്തു. മാഷാല്ല ബറക്കല്ലാഹു ഫീക്കും. പിന്നെ മുദക്കർ മുന്നസ് മാറ്റി. അതെ 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 മാഷാ അല്ലാ. ഞാൻ ചോദിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോയത് കൊണ്ടാണോ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അതല്ലോ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ ഇതിന് നിങ്ങളെ ആ രീതിയിലേക്ക് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ടെക്സ്റ്റ് കൂടെ പോകുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സുകൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ കേൾക്കും, ഇതും 500 ഒക്കെ. ആ പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഉപകാരം നല്ലോണം കിട്ടുന്നുണ്ട്. ഓക്കെ പക്ഷെ നിയമവശങ്ങൾ നമ്മളെ പ്രായം കൊണ്ടാകാം കുറച്ച് പ്രയാസം വരുന്നുണ്ട്, ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കൺഫ്യൂഷൻ വരുന്നുണ്ട് നല്ലോണം. ടെക്സ്റ്റ് എടുത്ത് നമ്മൾ ഓരോ പേജുകളൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഇൻഷാല്ലാ. പ്രായമൊന്നും അതിനൊരു തടസ്സമാകൂല. നിങ്ങളിപ്പോഴും യങ്ങാണ്. മാഷാല്ലാ. ബാറക്കല്ലാഹ്. ഓക്കെ ഓക്കെ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും ബാറക്കല്ലാഹു ഫീക്കും. വലൈക്കും ആമീൻ ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് അബ്ദുൽ അസീസ്. അബ്ദുൽ അസീസ്. ഓക്കെ. അസീസ്ക എവിടുന്നാണ്? ഞാൻ എറണാകുളം ആലുവയ്ക്കടുത്ത് എൻ്റെ സ്ഥലം മണലിയൂക്ക് എന്ന് പറയും. ഓക്കെ. മാഷാ അല്ലാ. അപ്പോൾ ശരിക്കും നമ്മൾ അറബി ഭാഷ പഠനം നിങ്ങൾ വളരെ ആസ്വദിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. വളരെ താല്പര്യപൂർവ്വം നമ്മളെ ഈ ഒരു കോഴ്സിലെ ഭാഗമായി നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കഴിഞ്ഞപ്പോൾ അതിലെ പരീക്ഷ നടത്തി അതിലെ മാർക്കുകൾ ഹൈ മാർക്കുകൾ ഒരേ പോലെയുള്ള സ്കോർ ചെയ്ത ആളുകൾക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ഘട്ടം നമ്മൾ വെച്ചിട്ടുള്ളത്.
അപ്പോൾ അതിന് വൈവ ഇങ്ങനെ നേരിട്ട് തന്നെയുള്ളൊരു വൈവ നമ്മൾ നടത്തുകയാണ്. 5 ചോദ്യങ്ങളാണ് ഇൻഷാ അള്ളാ നമുക്ക് ചോദിക്കാനുണ്ടാവുക. അപ്പോൾ അസീസ്ക, എങ്ങനെയുണ്ട് അറബി പഠനം? എളുപ്പമായി ഞാൻ തോന്നുന്നുണ്ടോ? BSNL റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ 6 വർഷമായി. അപ്പൊ മാഷാ അള്ളാ, അതിനുശേഷമാണ് മാഷാ അള്ളാ. കൂടുതൽ ഈ പീസ് റേഡിയോന്റെ ഇതും അറ്റൻഡ് ചെയ്യാനുണ്ട്. പിന്നെ അല്ലാതെയും നെറ്റിലൊക്കെ നോക്കി. മാഷാ അള്ളാ, ബറക്കല്ലാ ആ ഫീക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും പ്രായത്തിൽ ഇത് പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ പീസ് റേഡിയോ കുടുംബം എന്നുള്ള നിലക്ക് പീസ് റേഡിയോൻ്റെ അണിയറ പ്രവർത്തകർക്ക് വലിയ സന്തോഷമാണ്. ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ് അല്ലേ? അത് ഇത്രയും പ്രായത്തിൽ പഠിക്കുക, ആ, വീണ്ടും 63 വയസ്സായി. മാഷാ അള്ളാ, മാഷാ അള്ളാ. ചെറുപ്പക്കാർക്ക് വലിയ ഒരു മാതൃക പറയാൻ പറ്റിയതാണ്. പ്രായം ഒരു തടസ്സമല്ല എന്നുള്ളത്. മാഷാ അള്ളാ, ബറക്കല്ലാ. അപ്പോൾ ഏതായാലും ഇൻഷാ അള്ളാ നമുക്ക് പിന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. അസിസ്ക, മാഷാ അല്ലാ, നിങ്ങൾ റിട്ടയർമെൻറ്റ് ഈ രൂപത്തിലൂടെ ആസ്വദിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു കൂടുതൽ ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ആമീൻ. ഇൻഷാ അല്ലാ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക്. ആ, വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യം ചോദിക്കാനാണ് വിചാരിക്കുന്നത്. ആദ്യം എളുപ്പം എന്നുള്ളതിന് അറബിയിൽ എന്താണ് പറയുക? സഹലുൻ. ആ, മാഷാ അല്ലാ, വെരി ഗുഡ്. മാഷാ അല്ലാ, സഹൽ അല്ലേ? ഓക്കെ, നന്നായിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു മലയാള സെൻറ്റൻസ് പറയാം, നിങ്ങൾ അതിൻ്റെ അറബിയാണ് പറയേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം, നിങ്ങൾ ഉയർന്ന മാർക്ക് കിട്ടിയ ആൾ എന്നുള്ള നിലയിൽ ഈ ടെക്സ്റ്റ് ഓരോ പേജുകളും നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ അറബി ഭാഷ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും അറബി ഭാഷയിൽ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ അറിയാനൊക്കെ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്രത്തോളം എത്തി എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. എനിക്കൊരു സഹോദരനുണ്ട്, അവൻ്റെ പേര് ഹംസ എന്നാകുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. ലി അഹുൻ വാഹിദുൻ ഇസ്മുഹ ഹംസത്തു. ഒന്നും കൂടെ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. എനിക്കൊരു സഹോദരനുള്ളത് ലി ആ അഹുൻ വാഹിദുൻ ആ ഓക്കെ. ഇസ്മുഹ ഹംസത്തു. ഓക്കെ, നിങ്ങൾ മാഷാ അല്ലാ വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ആൻസർ ഭൂരിഭാഗവും ശരിയാണ്. അതെ അതെ, ഫുള്ളായി ശരി എന്ന് ആ. പറയാൻ ചെറിയൊരു അതെ അതെ, തടസ്സമുണ്ട്. തെറ്റെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല ഒരു സെന്റൻസ് കോർവയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞു ചെയ്തില്ലേ, അതെ, അധികം അതെ, സമയം പെട്ടെന്ന് എടുക്കാതെ ആൻസർ പെട്ടെന്ന് answer പറയുകയും പറഞ്ഞിട്ടുണ്ട്. ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ സില്ലിയാക്കി എടുത്തു എന്ന് തോന്നുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാമായിരുന്നു. 2 കാര്യങ്ങൾ. ലി അഹുൻ വാഹിദുൻ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വാഹിദുനിസ്മു എന്നാണ് പറയുക. ഹംസത്ത് വസ്ലിൻ്റെ നിയമം നമ്മളങ്ങനെ എന്ത് ഞാൻ ചെയ്തിട്ടില്ല. അവിടെ നിർത്തിയിട്ടാണ് പറഞ്ഞത്. ആ, നിർത്തിയിട്ടാണ് പറയുന്നതെങ്കിൽ ഓക്കെ. അപ്പം ലി അഹുൻ വാഹിദ് നമ്മളവിടെ അതൊക്കെ കോമയിട്ടാണ് അല്ലേ? നിങ്ങൾ പറഞ്ഞത്. ഓക്കെ ചേർത്ത് പറയുമ്പോഴാണല്ലോ ആ. ഹംസത്തില് ഇല്ലാതെ പറയുന്നത്. ആ ഓക്കെ. അപ്പോൾ എന്നാൽ നിങ്ങൾ അവിടെ പിന്നെ ചേർത്ത് പറഞ്ഞു എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി, എന്നാൽ അടുത്തത് ഇസ്മുഹ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇസ്മുഹ. ഇസ്മുഹു എന്നാണ് പെട്ടെന്ന് ആ. പറഞ്ഞു. ആ, അതാണ് ഇസ്മുഹു ഹംസത്തു. അതൊന്നും കൂടെ പറഞ്ഞ ഇസ്മുഹു. ലി അഹുൻ വാഹിദുൻ ഇസ്മുഹു ആ ഹംസത്തു. ആ, ചേർത്ത് ഹംസ. പറഞ്ഞു. ഓക്കെ, മാഷാ അല്ലാ. അവിടെ ആ ഹംസത്തു എന്നതുപോലും നിങ്ങൾ കറക്റ്റ് ചെയ്തു. ഞാൻ അവിടെ ആയിരുന്നു ഒന്നും കൂടെ നമ്മൾ പിന്നെ ഒരു തെറ്റ് വരാൻ സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നത്. മാഷാ അല്ലാ, ഏതായിരുന്നാലും നന്നായിട്ടുണ്ട്. അപ്പോൾ വായിക്കുകയാണെങ്കിൽ നമ്മൾ ലി അഹുൻ വാഹിദുൻ എന്നിട്ട് പറയുന്നു ഇസ്മുഹു ഹംസ. എന്നാൽ അതേ സമയത്ത് ലി അഹുൻ വാഹിദുനിസ്മുഹു ഹംസത്തു ചേർത്തി പറയുമ്പോൾ അല്ലേ? ഇങ്ങനെ ചേർത്ത് പറയുമ്പോൾ Yes. 2 രീതിയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ പാർഷ്യലി നിങ്ങളുടെ ഭാഗം എന്താണ് ആൻസർ ശരിയാണെങ്കിലും ചില തെറ്റുകൾ അതിൽ വന്നിട്ടുണ്ട്. ശരി, 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3ാമത്തെ ചോദ്യം, ഈ നീളമുള്ള കുട്ടി ആരാണ്? അവൻ പുതിയ ഡോക്ടറുടെ മകനാണ്. അതൊന്ന് അറബിയാക്കണം. സെയിം ചോദ്യം അല്ലേ? മലയാളം ആ പറയും, അതെ, അതിന്റെ അറബി മലയാളമാണ്. ആക്കണം. അത് നിങ്ങൾ അറബിയാക്കിയാൽ മതി. ഹാദൽ വലതു തൊവീലു. നീളമുള്ള കുട്ടി എന്താ? ഈ നീളമുള്ള കുട്ടി ആരാണ്?
മൻ ഹാദൽ വലതു തൊവീലു. ഓക്കെ. മാഷാ അല്ലാ. ഓക്കെ ഇനി ബറക്കും. അടുത്തതും കൂടെ പറഞ്ഞോളൂ. അതനുസരിച്ച് പറഞ്ഞു അല്ലേ ആ പറയുന്നത് അതെന്താ? അധ്യാപകൻ അത് അല്ല അതിന്റെ രണ്ടാമത്തെ ആ ഭാഗമല്ലേ മൻ ഹാദൽ വലതു തൊവീലും. ശരിയാണ്, ഉത്തരം ശരിയാണ്. അതിന് കൂടെ വല്ലതും പറഞ്ഞായിരുന്നു, ഞാൻ മനസ്സിലായി. ഞാൻ ചോദിച്ചിരുന്നത് ഇത് ഈ നീളമുള്ള കുട്ടി ആരാണ് എന്നാണ് ചോദിച്ചത്. അത് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ചെയ്തു. രണ്ടാമത്തേത് അത് അധ്യാപകൻ്റെ മകനാണ് എന്ന് പറയണം. അവൻ അധ്യാപകൻ്റെ മകനാണ് എന്ന് പറയണം. വബ്നുൽ മുദരിസി. ഹുവബിനുൽ മുദരിസ്. മുദരിസി. വെരി ഗുഡ്, മാഷാ മാഷാ അല്ലാ. അല്ലാ അപ്പോൾ ബറക്കല്ലാഹ്. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അഹ്സൻത, ജസാക്കുമുല്ലാഹ് ഖൈർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഉസാമ മടിയനായ വിദ്യാർത്ഥിയാകുന്നു. ഉസാമ മടിയനായ വിദ്യാർത്ഥിയാകുന്നു എന്ന് അറബിയിൽ പറയണം. ഉസാമത്തു ത്വാലിബുൻ കസ്ലാനു. വെരി ഗുഡ്, മാഷാ അല്ലാ ബറക്കല്ലാഹു മാഷാ ഫീക്കും. അല്ലാ. ഉസാമത്തു തോലിബുൻ കസ്ലാനു. നിങ്ങൾ ആ മംനൂ മിന സർഫ് എന്നുള്ളത് കറക്റ്റ് ആക്കിയിട്ട് ഏത് കായികയും ആ അത്ര വിഷയമല്ല എന്നുള്ളതാണ്. ഈ 63-ാം പ്രായത്തിലും അതെ അതെ വളരെ എളുപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. ശ്രമിച്ചാൽ നടക്കും അതെ അതെ എന്നുള്ളതിന്റെ തീർച്ചയായിട്ടും. മാഷാ അല്ലാ. ഇനി ഒറ്റ ചോദ്യമാണ് ഓക്കെ, ബാക്കിയുള്ളത് അല്ലേ? അഞ്ചാമത്തെ മാഷാ അല്ലാ. ചോദ്യമാണ്. വളരെ മാഷാ അല്ലാ. സന്തോഷം തോന്നുകയാണ് Yes. നിങ്ങൾ ആ രീതിയിൽ അത് കറക്റ്റ് ചെയ്തു എന്നുള്ളത്. ശരി, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം കൂടെ. അത് പ്രയാസകരമാണ് എന്നതിനുള്ള അറബി വേർഡ്. എളുപ്പം സ്വാബത്തുൻ. സ്വഅബത്തുൻ. മാഷാ അല്ലാ. അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ അപ്പോൾ ഈ ഒരു രംഗത്ത് ഇൻഷാ അല്ലാ ഇനിയും നിങ്ങൾക്ക് തുടരാൻ കഴിയട്ടെ. അടുത്ത മൊഡ്യൂളും ശേഷം വരുന്ന പുസ്തകങ്ങളൊക്കെ പഠിക്കാനുള്ള അവസരവും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ആളിലേക്ക് പ്രവേശിക്കാം. അടുത്ത ആളിലേക്ക് അസീസ്ക ഇൻഷാ അല്ലാ നന്നായി പെർഫോം ചെയ്തു. വളരെ നന്നായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ വിജയികളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഫീക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.